ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നൊരു ട്രെൻഡിങ് കേക്ക് റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു അടിപൊളി ടേസ്റ്റി മിൽക്ക് കേക്ക് റെസിപ്പിയാണ്. ആലിയ ഭട്ട് ഫേവറേറ്റ് മിൽക്ക് കേക്ക് റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യണത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ടേസ്റ്റി കേക്ക് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം കേക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹോം മെയ്ഡായിട്ടുള്ള ബട്ടർ പേപ്പറാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ബട്ടർ പേപ്പർ കേക്ക് ടിന്നിൽ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക. അതിലോട്ട് അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ആദ്യം 1 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരല്പം ഉപ്പ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചെറിയൊരു ബൗളിലോട്ട് തണുപ്പില്ലാത്ത പാൽ വേണം എടുക്കേണ്ടത്. റൂം ടെമ്പറേച്ചറിലുള്ള പാല് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ആദ്യം അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്ന് ഒരു 1-1.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ കേക്കിന് വേണ്ടി 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് അധികം ഹൈറ്റ് ഇല്ലാത്ത കേക്കാണ് ആവശ്യമായിട്ടുള്ളത്. ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ടയുടെ മഞ്ഞയും വെള്ളയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. അതിന് വേണ്ടി ഡ്രൈ ആയിട്ടുള്ള 2 ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. ഇപ്പോൾ 3 മുട്ടയും സെപ്പറേറ്റ് ആയിട്ട് മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി മുട്ടയുടെ മഞ്ഞയിലോട്ട് 1 ടേബിൾ സ്പൂണോളം വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി മുട്ടയുടെ വെള്ളയിൽ നമുക്ക് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മുട്ടയുടെ വെള്ളയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് അല്പം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു ക്രീമി രൂപമാവുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം മുട്ടയുടെ വെള്ളം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് നല്ല ക്രീം രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞയിൽ നിന്ന് ഓരോ മഞ്ഞ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആ ക്രീമിൽ മുട്ടയുടെ വെള്ളയിലോട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ 3 മുട്ടയുടെ മഞ്ഞയും നമുക്ക് ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ടയുടെ മഞ്ഞ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നും കൂടെ ഒന്ന് 1 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആദ്യം അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒരു അല്പം ആഡ് ചെയ്ത് കൊടുത്ത് ഒരു കട്ട് ആൻഡ് മെത്തേഡിൽ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പാലിൽ കുറച്ച് 1 ടേബിൾ സ്പൂൺ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തത് മാറ്റി വെച്ചിട്ടുണ്ട്. അതും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസും ആ പാലിൻ്റെ മിക്സും ഇതേപോലെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ബേക്ക് ചെയ്യുന്ന പാത്രം നേരത്തെ തന്നെ ഒരു 10 മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്ത് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിലോട്ട് ഇതൊരു 30-35 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കേക്ക് നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. കമ്പിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഇനി ഇത് തണുത്തതിന് ശേഷം റിമൂവ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് തണുത്തിട്ടുണ്ട്. ഞാനിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ സൈഡിൽ ഉള്ള ആ ബ്രൗൺ ഭാഗങ്ങളൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിരുന്നാലും കുഴപ്പമില്ല. ഞാനിവിടെ ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് സൈഡിലതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് വീട്ടിൽ കഴിക്കാനാണെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം.
ഇപ്പോൾ സൈഡെല്ലാം കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ കേക്കിനെ ഒന്ന് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം അങ്ങനെ യഥാർത്ഥത്തിൽ മിൽക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കില്ല. ഞാനിപ്പോൾ എൻ്റെ കേക്ക് അത്യാവശ്യം നല്ല ഹൈറ്റുണ്ട്. ഞാൻ 3 മുട്ടയാണ് ആഡ് ചെയ്തത്. എന്നിട്ടും കേക്ക് നല്ല അത്യാവശ്യം ഹൈറ്റിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് രണ്ട് ഇതിലും നന്നായിട്ട് ക്രീമും മിൽക്കും സോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതങ്ങനെ ചെയ്യണമെങ്കിൽ ഇത് ഒറ്റ ലെയറായിട്ട് വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ കേക്ക് കുറച്ച് ഹൈറ്റ് ആയതുകൊണ്ട് മാത്രമാണ് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ച് ഡെക്കറേഷന് വേണ്ടി അല്പം ബദാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡ്രൈ ചെറി ഉണ്ടായിരുന്നു, അപ്പോൾ അതും എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ടോപ്പിൽ കൊടുക്കുന്നത് സ്ട്രോബെറിയും ബ്ലൂബെറിയുമാണ്. അപ്പോൾ അതെൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മളെ വീട്ടിലുള്ള അവൈലബിൾ ആയിട്ടുള്ള സാധനം വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. നമുക്ക് എന്തിട്ട് വേണമെങ്കിലും നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സിറപ്പ് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ കേക്കിൻ്റെ സിറപ്പിന് വേണ്ടി ആദ്യം ഞാൻ ഒരു 1/4 കപ്പോളം പാല് ഒരു കപ്പിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടാക്കി തിളപ്പിച്ച് ആറിയ പാലാണ് ആദ്യം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലോട്ട് ഒരു 3-4 ടേബിൾ സ്പൂണോളം വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതായാലും മതി, ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് വേണ്ടിയിട്ടുള്ളത് മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ അമൂൽ മിഠായി മേറ്റ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ അമൂലിൻ്റെ മിഠായി മേറ്റാണ് യൂസ് ചെയ്യണത്. ഇതൊരു 1/2 കപ്പോളം ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടിന്നിൻ്റെ ഒരു 1/2 ഭാഗത്തോളം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മാത്രം മതിയാവും. നിങ്ങൾക്ക് കുറച്ചും കൂടെ മധുരം ആവശ്യമാണെങ്കിൽ ഒരല്പം ഷുഗർ പൊടിച്ചത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം വാനില എസൻസ് ഇത് ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മളെ മിൽക്ക് കേക്കിൻ്റെ മെയിനായിട്ടുള്ള സിറപ്പ്. നമ്മളെ കേക്കിന് ടേസ്റ്റ് കൊടുക്കുന്നതും ഈ ഒരു സിറപ്പാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ഇപ്പം നമ്മൾ പാലും മിൽക്കിൻ്റെ സിറപ്പും നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാൻ വിപ്പിംഗ് ക്രീമും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് സെറ്റ് ചെയ്യണത് കേക്ക് റെഡിയാക്കിയ അതേ ടിന്നിൽ തന്നെയാണ് ഈ ഒരു കേക്ക് സെറ്റ് ചെയ്യണത്. നിങ്ങളുടെ കയ്യിൽ പുട്ടിൻ ട്രേയോ വേറെ ഏതെങ്കിലും ടിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയ അതേ ടിന്നിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അതിൽ നിന്ന് ആദ്യത്തെ ഒരു ലെയർ എടുത്ത് നമുക്ക് കേക്ക് ടിന്നിലോട്ട് വെച്ച് കൊടുക്കാം. അന്നേരം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മിൽക്കിൻ്റെ മിക്സ് ഇതിലോട്ട് നന്നായിട്ട് കേക്ക് ഫുള്ളായിട്ടും നന്നായിട്ടൊന്ന് സോക്ക് ചെയ്യണ രീതിയിൽ നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ മിൽക്ക് സിറപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ കേക്ക് കാണാത്ത രീതിയിൽ വേണം നമുക്ക് എല്ലാ ഭാഗത്തും വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി ഇതിൻ്റെ മുകളിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബദാം എല്ലാ സ്ഥലത്തും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഡ്രൈ ആയിട്ടുള്ള ചെറിയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലാസ്റ്റ് ലെയർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലും മിൽക്ക് സിറപ്പ് ഒഴിച്ച് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം വിപ്പിംഗ് ക്രീം കൊണ്ട് ഫുള്ളായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ വിപ്പിംഗ് ക്രീം കൊണ്ട് ഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബദാമും ചെറിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ തണുത്തതിന് ശേഷമാണ് ഇതിൻ്റെ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതിൽ സെർവ് ചെയ്യുന്നത് നമ്മൾ മിൽക്ക് സിറപ്പ് ആദ്യം ഈ കേക്കിൽ സോക്ക് ചെയ്യാൻ ഉണ്ടാക്കിയ ആ മിൽക്ക് സിറപ്പ് ഒഴിച്ചിട്ട് വേണം കേക്ക് സെർവ് ചെയ്ത് കഴിക്കേണ്ടിയുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രിഡ്ജിലൊന്ന് വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം. ഇപ്പം നമ്മളുടെ കേക്ക് നല്ല തണുത്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി മിൽക്ക് സിറപ്പ് ഒഴിച്ച് കഴിക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. വായിലിടുമ്പോഴേ നല്ല അലിഞ്ഞു പോകുന്ന അത്രയ്ക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് കേക്ക് റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കൽ ട്രൈ ചെയ്താൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഈ ഒരു കേക്ക് തന്നെ വീണ്ടും വീണ്ടും റെഡിയാക്കി നോക്കുന്നതാണ്. അത്രയ്ക്കും രുചിയാണ്. നമ്മുടെ കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്.
അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.